ഇഷ്ടപ്പെട്ട ഇണയെ കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് പലരും വിളിക്കാറുണ്ട്. പല രക്ഷിതാക്കളും ചോദിക്കുന്നത്, ഉസ്താദേ, ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ നല്ലൊരു ഇണയെ കിട്ടാൻ, ദീനീബോധമുള്ള, നല്ല കുടുംബമുള്ള, നല്ല സ്വഭാവമുള്ള നല്ല ഇണകളെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഏറ്റവും നല്ലൊരു ഒരു വീട്, ഒരു വാഹനം, നല്ലൊരു ഇണ, എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അല്ലാഹു തആല ഖൈറായ ഇണയെ കൊണ്ട് നമുക്കൊക്കെ അല്ലാഹു സന്തോഷമുള്ള ബറക്കത്തുള്ള ജീവിതം തരട്ടെ. വിവാഹം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് അല്ലാഹു തആല നല്ല റാഹത്തുള്ള, മനസ്സിനിണങ്ങിയ ഖൈറായ ഇണയെ കൊണ്ട് സന്തോഷമുള്ള ജീവിതം തരുമാറാകട്ടെ. പലരും ചോദിക്കുന്നത്, എന്ത് ദിക്ർ ചെല്ലേണ്ടത്, എന്താണ് ഓതേണ്ടത്? യാ ലത്തീഫ്, യാ ജബ്ബാർ, യാ അല്ലാഹ് എന്ന ദിക്ർ 40,000 പ്രാവശ്യം ചെല്ലിയാൽ നിങ്ങൾക്ക് ഖൈറായ നല്ല ഇണയെ അല്ലാഹു ഉറപ്പാക്കി തരും. ചിലർ പറഞ്ഞു, ഞങ്ങൾ കുറേ ദിക്ർ ചൊല്ലിയിട്ടൊന്നും ആകുന്നില്ല. ആ ദിക്റിന് ചെല്ലുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്, മര്യാദകളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ച് ചെല്ലുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും. വലിയ മഹാന്മാരായ ഉസ്താദുമാരുടെയൊക്കെ സമ്മതത്തോടു കൂടി നമ്മൾക്ക് ചെല്ലിയാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. അല്ലാഹു തആല എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഷെറുകൾ, സിഹറിൻ്റെ തടസ്സങ്ങൾ, ശൈത്താനിയത്തിൻ്റെ തടസ്സങ്ങൾ, മറ്റു റൂഹാനിയത്തിൻ്റെ ഉപദ്രവങ്ങൾ എല്ലാം അല്ലാഹു മാറ്റി ഖൈറായ റാഹത്തുള്ള ബറക്കത്തുള്ള സന്തോഷമുള്ള നല്ല കുടുംബജീവിതം അല്ലാഹു എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെ 40,000 പ്രാവശ്യം ചെല്ലിയിട്ടും നടക്കുന്നില്ലെങ്കിൽ ഒരു 70,000 പ്രാവശ്യം ഈ ദിക്ർ ആവർത്തിച്ച് ചെല്ലിയാൽ ഖൈറായ നല്ല ഇണകളെ കൊണ്ട് അല്ലാഹു ബറക്കത്തുള്ള ജീവിതം തരും. അല്ലാഹു ഖൈറായ ഇണകളെ കൊണ്ട് നമ്മുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക് നല്ല ഇണകളെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും തരട്ടെ. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാ ദിവസവും ഇർഷാദിൽ നടക്കുന്ന അസ്മാഉൽ ഹുസ്നയുടെ, അസ്മാഉൽ ബദറിൻ്റെ ഒക്കെ മജ്ലിസിൽ ദുആ ചെയ്യാൻ പറയുന്നവരും ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥന സദസ്സുകളിൽ ദുആ ചെയ്യുന്നുണ്ട്. കല്യാണമൊക്കെ ശരിയാകുന്ന സമയത്ത് നമ്മുടെ ഇർഷാദിയിലെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അല്ലാഹു ഖൈറായ നല്ല ഇണകളെ കൊണ്ട് ബറക്കത്തുള്ള ജീവിതം തരും. അല്ലാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. എല്ലാവിധ ഖൈറിൻ്റെ കവാടങ്ങളും അല്ലാഹു നമുക്കൊക്കെ തുറന്നു അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഒക്കെ കാണുകയും കമൻറ്റ് ബോക്സിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ മനസ്സിലാക്കി തരട്ടെ. സലാം.